അടിപൊളി. ഓക്കെ ഓക്കെ. അപ്പോ നമ്മുടെ വീക്കിലി ഉള്ള സിറ്റിംഗ് ആണ്. നമ്മൾ വീക്കിലി സിറ്റിംഗിൽ നമ്മൾ മെഡിറ്റേഷൻ, അതുപോലെ പിന്നെ മാർക്കറ്റ് അനലൈസ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ എല്ലാ വീക്കിലുള്ള സിറ്റിംഗ് ഉണ്ടാവാറുള്ളത്. അപ്പോ പിന്നെ ഇന്നത്തെ ഈ വീക്ക് ഈ വീക്ക് നമുക്ക് കഴിഞ്ഞ 2 വീക്ക് മാർക്കറ്റ് ഇവാലുവേഷൻ പറയുകയാണെങ്കിൽ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് സംഭവിച്ച അപ് ട്രെൻഡും ഡൗൺ ട്രെൻഡും അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വീക്കിൽ സംഭവിച്ച വേരിയേഷൻസ് നമ്മളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും എല്ലാണ്ടും പിന്നെ ലൈവിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോ പിന്നെ അതൊക്കെ നമുക്ക് ഈ കഴിഞ്ഞൊരു വീക്കിലുള്ള ഒരു വലിയ ആസ് എ ട്രേഡർ നമ്മളിപ്പോ പിന്നെ മാർക്കറ്റിലെ ഒരു ബിഗിനർ ലെവലിലൊക്കെ ചെയ്യുന്നവർക്കൊക്കെ നമ്മൾ ഡെമോയിൽ പ്രാക്ടീസ് ചെയ്യുന്നവർക്കൊക്കെ അതൊക്കെ ആ ഒരു പിന്നെ ഫ്ലക്ച്വേഷൻസ് ഒക്കെ നമുക്കൊരു പാടാണ്. ഇപ്പൊ വിത്തൗട്ട് സ്റ്റോപ്പ് ലോസ് ട്രേഡ് ചെയ്യാൻ പാടില്ല, വിത്തൗട്ട് സ്റ്റോപ്പ് ലോസ് മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്നുള്ള ഒരു വലിയ പാഠമാണ്. അതുപോലെ ഇങ്ങനെയൊക്കെ മാർക്കറ്റിൽ സംഭവിക്കാം, ആർക്കും ഒരു ടെക്നിക്കലോ ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് മാർക്കറ്റ് കഴിഞ്ഞ വീക്കിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ പിന്നെ വീക്കെൻഡ് സെഷനിലേക്ക് എല്ലാവരും ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും വെൽക്കം ചെയ്യാണ്. സഫ്ന സാറാണ് നമ്മളെ ഇന്നത്തെ വീക്കെൻഡ് സെഷൻ ലീഡ് ചെയ്യുന്നത്. സാറിന് ഹാപ്പി വെൽക്കം ചെയ്യാണ്. സാർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്. താങ്ക് യു സോ മച്ച് സാർ. ഓക്കെ, സോ നമ്മുടെ പ്രീവിയസ് ബാച്ചിലുള്ള കുറച്ച് പേരുണ്ട് ഇവിടെ. സോ വീക്കെൻഡ് സെഷൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലാസ്റ്റ് വീക്ക് എന്താണ് സംഭവിച്ചത്, ഇനി നെക്സ്റ്റ് വീക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ള ഒരു അനാലിസിസ് ആണ്. സോ നമ്മൾ പിന്നെ കഴിഞ്ഞ വീക്ക് സാറ് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ അൺപ്രഡിക്റ്റബിൾ ആയ ഒരു വീക്കായിരുന്നു. കാരണം പിന്നെ ഫോറക്സ് ഇൻഡസ്ട്രിയിൽ 7 ട്രില്യൺസ് ഓഫ് സംതിങ്സ് ഡോളേഴ്സ് പിന്നെ മാർക്കറ്റിൽ നിന്ന് പിന്നെ വാഷ് ഔട്ട് ആയി പോയ, അല്ലെങ്കിൽ പലരും പിന്നെ ലോസിലോട്ടൊക്കെ പോയ ഘട്ടായിരുന്നു ലാസ്റ്റ് വീക്ക് എന്നുള്ളത്. ഒബ്വിയസ്ലി നമുക്കറിയാം മാർക്കറ്റിൽ അപ്പ് ആൻഡ് ഡൗൺസ് എന്തായാലും നമുക്ക് സംഭവിക്കാറുണ്ട്. അപ്പോൾ പക്ഷെ നമ്മൾ എപ്പോഴും നമ്മൾ സ്റ്റുഡൻസിന് നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വീക്കെൻഡ് സെഷൻ പല അക്കാദമീസും പലരും പിന്നെ മാർക്കറ്റിൽ പേടിച്ച് നിന്ന് അല്ലെങ്കിൽ അവരുടെ സ്ട്രാറ്റജി ഒന്നും വർക്ക്ഔട്ട് ആവാതെ വന്നപ്പോഴും നമ്മളെ സ്റ്റുഡൻസ് ഓൾമോസ്റ്റ് എല്ലാവരും സേഫായി. ബിക്കോസ് നമ്മൾ കൊടുത്ത 21 റൂൾസ് കിട്ടാത്ത സ്റ്റുഡൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തുണ്ടാവും, അത് വരുന്ന സെഷനോടൊക്കെ ആയിട്ട് ബാച്ചിൽ കറന്റ് റണ്ണിങ് നടന്നുകൊണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ടാവും ഇവിടെ. പക്ഷെ ആ റൂൾസ് കീപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് മാർക്കറ്റിൽ എന്ത് സംഭവിച്ചാലും അവിടെ നിലനിൽക്കാൻ പറ്റും എന്നുള്ള ബോധ്യപ്പെടുത്തിയൊരു വീക്കായിരുന്നു ലാസ്റ്റ് വീക്ക് എന്നുള്ളത്. കാരണം പിന്നെ നമ്മൾക്കറിയാം നമ്മളുള്ള ഇന്റർനാഷണൽ മാർക്കറ്റിൽ അവിടെ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് എന്ത് സംഭവിച്ചാലും, അതായത് ട്രംപിന്റെ ഒരു വാക്കോ അല്ലെങ്കിൽ എലോൺ മസ്കിന്റെ ഏതെങ്കിലും രാജ്യങ്ങൾ എന്തെങ്കിലും സംഭവിച്ചാലും എന്തുണ്ടാവും, നമ്മുടെ മാർക്കറ്റിൽ ഇമ്പാക്ട് ഉണ്ടാവും. സോ നമ്മൾ ഫണ്ടമെന്റൽസ് നടക്കുന്ന സമയങ്ങളിൽ മാർക്കറ്റിൽ നമ്മൾ എങ്ങനെ സേഫ് ആയിരിക്കണം എന്നുള്ളത് നമുക്ക് ഉത്തമ ബോധ്യമുള്ള ട്രേഡേഴ്സ് ആണ് നമ്മൾ. കാരണം ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു പോയിന്റാണ്, നമ്മൾ ഇവിടെ എന്താക്കേണ്ട ആവശ്യമില്ല, നമ്മളിവിടെ ഓവർ നമ്മളൊരു അതിബുദ്ധിമാരാവരുത് എന്നുള്ളത് ഞാൻ എപ്പോഴും പറയാറുണ്ട് മാർക്കറ്റിൽ. സോ മാർക്കറ്റിൽ എങ്ങനെയൊക്കെ നമുക്ക് കാമായി നിൽക്കാൻ പറ്റും, ആ കാമായി നിന്നവരൊക്കെ ലാസ്റ്റ് വീക്ക് സൂപ്പർബ്ലി ബ്യൂട്ടിഫുള്ളി മുന്നോട്ടേക്ക് പോയിട്ടുണ്ട്. അവർക്കൊക്കെ ഏറ്റവും നല്ല പ്രോഫിറ്റ് എടുത്തൊരു വീക്കേന്. കാരണം മാർക്കറ്റ് അത് അൾട്ടിമേറ്റ് എങ്ങനെ അത് പറഞ്ഞു തരണം എന്നറിയില്ല. ഞാനൊരു ജസ്റ്റ് സിനാരിയോ ഞാനൊന്ന് കാണിച്ചു തരാം എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട്. ഇറ്റ് വാസ് എനിക്ക് തോന്നുന്നു ഒരു ദിവസം ഡൗൺ ട്രെൻഡ് വന്നതിന്റെ പീക്ക് ലെവൽ നമുക്ക് ഫ്രൈഡേ മാർക്കറ്റിലൊക്കെ സംഭവിച്ച സിനാരിയോ എന്ന് പറയണത് ദാറ്റ് വാസ് എന്താ പറയാ, അത്രമാത്രം കടുപ്പമുള്ള പിന്നെ വീക്കായിരുന്നു ലാസ്റ്റ് വീക്ക് എന്നുള്ളത്. മേ ബി ചിലപ്പം നമ്മള് ഹൈലി നമ്മൾ സെക്യൂർഡിൽ പോകുന്നത് കൊണ്ട് യെസ്. ഇപ്പൊ നമുക്ക് ഗോൾഡിന്റെ ചാർട്ട് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. D1. സോ ഒരു ദിവസം സംഭവിച്ച ഡൗൺ ട്രെൻഡ്, ഇത് ലാസ്റ്റ് ഫ്രൈഡേ സംഭവിച്ച മാർക്കറ്റാണ്. 5544 നിന്ന് അറൗണ്ട് 4600. കാരണം നമ്മൾ പിന്നെ റീറ്റെയിൽ മാർക്കറ്റിൽ സ്വർണത്തിന്റെ റേറ്റ് ഒക്കെ കണ്ടിരുന്നു. ഒരു ദിവസം നമ്മൾ വ്യാഴാഴ്ച 1,31,000 എത്തുന്നു. 1,31,000 നിന്ന് ഫ്രൈഡേ രാത്രിയോട് കൂടിയിട്ട് മാർക്കറ്റിലെ റേറ്റ് എന്താവുന്നു, 1,17,000 എത്തുന്നു. അതായത് ഇവിടെ പിന്നെ ഇത്ര വലിയൊരു ക്യാൻഡിൽ, അതായത് ഒരു ദിവസം നിങ്ങൾ ചിലപ്പോൾ ഇത് ഓരോ ദിവസത്തെ ക്യാൻഡിലാണ്. മേ ബി ചിലപ്പോൾ നിങ്ങൾ പ്രീവിയസ്ലി നോക്കിയാലൊന്നും ഇത്ര വലിയൊരു ക്യാൻഡിൽ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. കാണുന്നില്ലല്ലോ.
അതായത് ഫ്രൈഡേ സംഭവിച്ച ഒരു ഒരു ഡൗൺ ട്രെൻഡ് ആണ്. സോ നമുക്ക് ഒബ്വിയസ്ലി ഇപ്പം നെക്സ്റ്റ് വീക്ക് എന്താ സംഭവിക്കാൻ പോകുന്നുള്ള ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മളെ സ്റ്റുഡൻസ് എല്ലാവരും സേഫ് ആയിരിക്കും, ബിക്കോസ് വി ഹാവ് എ സൂപ്പർ മണി മാനേജ്മെന്റ് ആൻഡ് റിസ്ക് മാനേജർ. നമുക്ക് മാർക്കറ്റ് എന്തോ സംഭവിച്ചോട്ടെ, പലരും പാനിക്കായി, പലരും മില്യൺസ് ഓഫ് ഡോളേഴ്സ് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മളെ സ്റ്റുഡൻസും നമ്മളെ സിസ്റ്റം കീപ്പ് ചെയ്ത എല്ലാവരും എന്താണ് 100% സേഫ് ആണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഇവിടെ അതിബുദ്ധിമാന്മാരാവണ്ട, $1000 $2000 ആക്കാൻ വരാനും നിങ്ങൾ ഇവിടെ വരണ്ട എന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു സിനാരിയോ ഉണ്ടല്ലോ. അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ട്, കാരണം മാർക്കറ്റിൽ ഇടിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൌണ്ട് 600 പോയിന്റിന്റെ മുകളിലോട്ടേക്ക് ഒരു ദിവസത്തെ നമുക്ക് ഡേ ക്യാൻഡിൽ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. പ്രീവിയസ്ലി ഒരു തവണ പോലും എന്തായിട്ടില്ല ഇത്രയും വലിയൊരു ക്യാൻഡിൽ. ചിലപ്പോൾ 200-300 പോയിന്റ് ഒക്കെ ഡൗൺ ട്രെൻഡ് വന്നിട്ടുണ്ട്, പക്ഷെ എന്തായിട്ടില്ല ഇത്ര വലിയൊരു ഡിപ്പ് പിന്നെ ഹിസ്റ്റോറിക്കലായിട്ട് നന്നായിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇല്ല. പ്രീവിയസ്ലി ചിലപ്പം 10 വർഷങ്ങൾക്ക് മുന്നേ ഒക്കെ വന്നിനോന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ കണ്ട ഒരു ഹിസ്റ്റോറിക്കൽ ഡൗൺ ട്രെൻഡ് ആയിരുന്നു. കാരണം നമ്മള് പിന്നെ ഇതിന് 2-3 റീസൺസ് ഉണ്ട്. അപ്പൊ ആ റീസൺസ് കൂടി ഞാൻ ഇന്ന് എന്താക്കി തരും, പിന്നെ ഡിസ്ക്രൈബ് ചെയ്ത് തരും. ബിക്കോസ് പിന്നെ നമുക്കറിയാം, പിന്നെ നമ്മള് പിന്നെ ഇപ്പം ഗോൾഡിൽ ചെയ്യുമ്പോൾ USD ആണ്. അപ്പൊ USDക്ക് എന്ത് സംഭവിക്കും, ഇപ്പൊ അമേരിക്കൻ മാർക്കറ്റുകളിൽ എന്ത് സംഭവിക്കും, ഇപ്പം ലാസ്റ്റ് ഇതിനൊരു തീരുമാനം വരാനുള്ള റീസൺ എന്നുള്ളത് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു 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 ഓ, ഇതുണ്ടായിരുന്നു. അവിടുത്തെ പിന്നെ ഫെഡിന്റെ ചെയർമാൻഷിപ്പ് മറ്റൊരാൾക്ക് കൊടുക്കണം എന്നുള്ള ഒരു ന്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് നടക്കുമ്പോൾ എന്തുണ്ടാവും, മാർക്കറ്റ് അബ്സല്യൂട്ട്ലി ക്രാഷ് ആവും. അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങൾ, കാരണം നമ്മളൊരു പിന്നെ വാറിന്റെ ഒരു മുൾമുനയിലാണ് നിൽക്കുന്നത്. ഇപ്പം ഇറാന്റെ ഇഷ്യൂസ് നടക്കുന്നു, ഗ്രീൻഫീൽഡിന്റെ ഇഷ്യൂസ് നടക്കുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും അലേർട്ട് ആയിരിക്കും. ഇപ്പോൾ നമ്മളൊരു ക്യാൻഡിൽ കണ്ട് ഗെയിം കളിക്കുന്ന പോലെയല്ല ട്രേഡിനെ പിന്നെ കൊണ്ട് നടക്കേണ്ടത്. നമ്മളിവിടെ 100% അവെയർ ആയിരിക്കണം. നമ്മളിവിടെ ബ്യൂട്ടിഫുൾ ആയിട്ട്, ഞാൻ പലപ്പോഴും പിന്നെ ഇപ്പം സ്റ്റുഡൻസിനോടൊക്കെ പറയാറുണ്ട്, ഇപ്പം ഒബിയസ്ലി പിന്നെ മാർക്കറ്റിൽ എത്ര വലിയ മാറ്റങ്ങൾ വന്നാലും നമ്മളൊരു ഒരു നിശ്ചിത പ്രോഫിറ്റ് എടുക്കാൻ പാടുള്ളൂ. $1000 $2000 ആക്കിയവനോട് ഞാൻ എന്താ പറയാറുള്ളത് എന്നുള്ളത് നമ്മളെ സ്റ്റുഡൻസിന് എല്ലാവർക്കും അറിയുന്നതാണ്. അങ്ങനെ എടുത്തു പോയിട്ട് നിങ്ങൾ കാര്യമില്ല എന്നുള്ളത്. ബിക്കോസ് നമുക്കിവിടെ നിലനിൽപ്പാണ് വേണ്ടത്. ഹൈലി പൊട്ടൻഷ്യൽ ഉള്ള ഈ ഒരു മാർക്കറ്റിൽ ഇപ്പോൾ ലാസ്റ്റ് വീക്ക് നടന്ന ഒരു ദിവസത്തെ ക്യാൻഡലിന്റെ സിനാരിയോ ആണ്. പിന്നെ ഒരു ദിവസം ഇത്ര പോയിന്റ് ഒക്കെ ഇടിയാൻ പറ്റൂന്നുള്ള, കാരണം നമുക്ക് കാണാൻ പറ്റി. ഓക്കെ, ആ സമയത്ത് നമ്മൾ മാർക്കറ്റിൽ ഉള്ള ആൾക്കാരായിരുന്നു. ചിലപ്പോൾ ഡെമോയിലുള്ളവരായിരിക്കാം, ചിലപ്പോൾ ലൈവിലുള്ളവരായിരിക്കാം. സോ ഇത്തരം സന്ദർഭങ്ങളിൽ ലൈവിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ റൂള് കൃത്യമായി പറയുന്നുണ്ട്, ഇഫ് യു ആർ നോട്ട് ഫിറ്റ്, നിങ്ങൾ മെന്റലി ഫിറ്റ് അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മാർക്കറ്റ് സുഖമല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ മാറി നിൽക്കണം എന്നൊക്കെയുള്ള റൂൾസിൽ അത് വ്യക്തമായിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. സോ പിന്നെ നെക്സ്റ്റ് വീക്ക് നമ്മളൊരു റൂള് ഇപ്പം ബാച്ചിലുള്ളവർക്കും ഓൾഡ് സ്റ്റുഡൻസിനും ഒക്കെ അറിയുന്നതാണ്. നമ്മൾ എന്തുകൊണ്ടാണ് വീക്കെൻഡിൽ പിന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്യണം എന്നതിന്റെ ഒരു ഉത്തരം കൂടി നമുക്ക് മേ ബി ചിലപ്പോൾ നാളെ മോർണിംഗിൽ കാണാൻ പറ്റും. ഓക്കെ, കാരണം ഇത്രയും ഡൗൺലോട്ടേക്ക് വന്നു. ഇനി മാർക്കറ്റ് എവിടുന്നാണ്, ഒന്ന് മ്യൂട്ട് ചെയ്യണേ, എവിടുന്നാണ് ഓപ്പൺ ആവാന്നുള്ളത് നമുക്കൊരാൾക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇന്നലെയും ഇന്നും എന്താ സംഭവിച്ചെന്നുള്ളതും, കാരണം ഇന്ന് ചിലപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിനോന്നറിയില്ല. ദ തിങ് ഇസ്, സോറി. ഓക്കെ, അത് വിട്ടേക്ക്. ഞാൻ അതായത് ഇതിന്റെ ഡെമോ ആയതുകൊണ്ട് ഇതിൽ BTC കിട്ടാൻ ചാൻസ് ഇല്ല. സോ ബിറ്റ് കോയിൻ BTC 1 മിനിറ്റ്, ഇല്ല സോറി. BTCയുടെ താഴ്ച കാരണം പിന്നെ ബിറ്റ് കോയിന് നമ്മൾ ട്രേഡ് അങ്ങനെ അധികം പ്രൊമോട്ട് ചെയ്യപ്പെടാറില്ല. പക്ഷെ ഇന്നെന്തായിട്ടുണ്ട്, ഒരു ഒരു പിന്നെ $75,000 ബിറ്റ് കോയിൻ എത്തിയിട്ടുണ്ട്. ചിലപ്പം പിന്നെ ട്രേഡിംഗ് വ്യൂ നോക്കുന്നവരാണെങ്കിൽ അതിൽ നോക്കിയാൽ മനസ്സിലാവും ബിറ്റ് കോയിന്റെ റേറ്റും നന്നായിട്ട് ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നലെയും ഇന്നും നടന്ന സിനാരിയോ പ്രകാരം നാളെ മാർക്കറ്റിൽ എന്താ സംഭവിക്കാൻ പോകുന്നുള്ള നമ്മുടെ കൺട്രോളിലല്ല. സോ നാളെ ഇപ്പൊ നിങ്ങൾ ട്രേഡ് ഒക്കെ എടുക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ എന്തുണ്ടായിരിക്കണം, പിന്നെ ടെക്നിക്കൽ, ഞാൻ എപ്പോഴും പറയുന്നത് 25% വർക്കൗട്ട് ആവുന്ന നമ്മളെ പിന്നെ ടെക്നിക്കൽ
നോളജ് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും മാർക്കറ്റിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഇപ്പോൾ നിങ്ങൾക്ക് മെന്റലി അതുകൊണ്ടാണ് എപ്പോഴും പറയാറുള്ളത്, നിങ്ങൾക്ക് ഇനഫായ ലോസ് ആയി കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി വരണം എന്നുള്ളത്. സോ അത് നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തില്ല, നമ്മൾ അവിടെ മെന്റലി ഫിറ്റ് ആണ്. ബിക്കോസ് അബ്സലൂട്ട്ലി മൈൻഡുമായിട്ട് കണക്റ്റഡ് ആണ് എല്ലാ ട്രേഡിങ്. അതായത് നമ്മൾ ഏത് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിലും അതെന്താണ്, നമ്മൾ മൈൻഡുമായിട്ട് കണക്റ്റഡ് ആണ്. ഇപ്പം നമുക്കറിയാലോ, നമ്മുടെ പിന്നെ ഇപ്പൊ ഒരു കറന്റ്ലി സിനാരിയോ നടന്നത് ഒബിയസ്ലി അത് ഇതുമായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ലൈവിൽ ഇറങ്ങിയ സ്റ്റുഡൻസ് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വരും. ഇപ്പം നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ കാണുന്ന ഡോക്ടർ റോയ് സി ജെയുടെ ഒരു അത് ആൾക്ക് ഡെപ്റ്റ് പോലും ഇല്ല, പക്ഷെ ഒരു സിനാരിയോയിൽ മനസ്സിൽ തോന്നുന്ന ഒരു ഫ്രാക്ഷൻസ് ഓഫ് സെക്കൻഡിൽ തോന്നുന്ന ഒരു തീരുമാനം നമ്മുടെ ലൈഫ് തന്നെ എടുക്കുന്ന പോലെ, അതുപോലെ തന്നെയാണ് നമ്മൾ ട്രേഡിൽ ഇറങ്ങുമ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് മൈൻഡ്ഫുൾ ട്രേഡർ ആവണം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ അധികം പ്രോഫിറ്റ് എടുക്കും. ഞാൻ ഇപ്പോൾ അധികം പ്രോഫിറ്റ് എടുക്കുന്നവരെ എനിക്ക് തോന്നുന്നു നമ്മൾ മാത്രമായിരിക്കും എന്താവാ പിന്നെ നിരുത്സാഹപ്പെടുത്തുന്ന ആൾക്കാർ. കാരണം നമുക്ക് പ്രോഫിറ്റ് എടുത്ത്, നിങ്ങൾ ഭയങ്കര പ്രോഫിറ്റ് എടുത്ത് കാണിച്ചിട്ട് അവരെ ഭയങ്കര ഹൈലൈറ്റ് കൊടുത്ത് നിർത്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ഞാനെപ്പോഴും ഞാൻ പറയാറില്ല, നമ്മൾ മിതമായിട്ട് റൂൾസ് ഒക്കെ കീപ്പ് ചെയ്യുന്ന പോകുന്നവരെ നമ്മൾ എന്താക്കാറുള്ളൂ, ഹൈലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. പ്രോഫിറ്റ് എടുക്കുക എന്നുള്ളത് ഭയങ്കര സംഭവമൊന്നുമല്ല ഇവിടെ മാർക്കറ്റിൽ, പക്ഷെ നിങ്ങൾ നിലനിൽക്കുക എന്നുള്ളതാണ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഞാൻ CJ റോയിയെ പിന്നെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാരണം ഒരു മാനസികാവസ്ഥയിൽ തോന്നുന്നു. കാരണം ഇപ്പൊ നമ്മൾ സെഷനിലും ഡെമോയിലൊക്കെ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഫാന്റസിയിലൊക്കെ കുറെ കാര്യങ്ങൾ സംസാരിക്കും. ഇത് ഇവിടെ ഫുൾ റിയാലിറ്റി ആണ്. ഇപ്പൊ നാളെ മാർക്കറ്റ് ലൈവിലുള്ളവരോട് എസ്പെഷ്യലി പ്രത്യേകിച്ചിട്ട് അവിടെ റിയാലിറ്റിയാണ്. അവിടെ $10 നഷ്ടം വന്ന നഷ്ടം തന്നെയാണ്. അത് നമ്മളെ കയ്യിൽ നിന്ന് പോയ 1000 റുപ്പീസ് തന്നെയാണ്. അപ്പൊ ലൈവിൽ ഇറങ്ങാൻ പോകുന്നവരും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ റിയാലിറ്റിയിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ കൊണ്ടുവന്ന നിങ്ങൾക്ക് ഇപ്പം ഒരു 21 ഡേയ്സ് ഒക്കെ കിട്ടുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അത് നിങ്ങൾ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ പിന്നെന്തുണ്ടാവും, നിങ്ങളെ തന്നെ കൊല്ലുന്ന ഒരു അവസ്ഥയിലോട്ടൊക്കെ എത്തിയേക്കാം. അത് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ. ലോട്ട് മാറ്റി ചെയ്യുന്നതോട് കൂടി നമ്മൾ എന്തുണ്ടാവും, നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഔട്ട് ആവും. അതിന്റെ യഥാർത്ഥ എക്സാമ്പിൾസ് ആണ് ലാസ്റ്റ് ഡേ മാർക്കറ്റിൽ സംഭവിച്ചത്. കാരണം നമുക്ക് ഇനഫായ ഇപ്പം $5000 ലൈവിൽ ഇറങ്ങിയ ഒരാള് $50 ലോസ് അയക്കാനെ പിന്നെ അന്ന് ട്രേഡില്ല, ഇറങ്ങി വന്നേക്കണം. പിന്നെ നമ്മളവിടെ കിടന്നിട്ട് എന്തില്ല, നമുക്ക് ഒന്നും കളിക്കാനുള്ള അവകാശം കാര്യങ്ങൾ ഇപ്പൊ ഡെമോയിൽ നമ്മൾ എന്തും വിട്ടുകൊടുക്കും. പക്ഷെ ലൈവിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾ ഹിസ്റ്ററി ഒക്കെ ചെക്ക് ചെയ്ത്, ഞാൻ അത്രമാത്രം എന്നും മോർണിംഗിൽ നമ്മളെ ലൈവ് സ്റ്റുഡൻസിനോട് ചോദിക്കും, സേഫ് അല്ലേ, ന്യൂസ് ശ്രദ്ധിക്കാറില്ല, എന്തൊക്കെയാണ് നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഉള്ളത് ഞാൻ ഒബിയസ്ലി ചോദിക്കാറുണ്ട്. അപ്പോൾ വെരി ഇമ്പോർട്ടന്റ് ആണ്, നമ്മളെ മൈൻഡിൽ നിന്ന് എടുക്കുന്ന ഡിസിഷൻ ഷുഡ് ബി പെർഫെക്റ്റ്. ഓക്കെ, അത് ഒരിക്കലും പിന്നെ നമ്മളെ മെന്റേഴ്സിന്റെ കയ്യിലല്ല. ഇപ്പൊ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എത്ര കൊടുക്കണം എന്നുള്ളതും മാർക്കറ്റിൽ നിന്ന് മാറി ഇറങ്ങണം എന്നുള്ളതും. KTNേക്കാൾ കടുപ്പാണ് നിങ്ങൾ ഇവിടുന്ന് ഇറക്കിക്കൊണ്ടുപോകാനും. കാരണം ഒന്നാമത് ഫൈനാൻസ് മേഖല ആയതുകൊണ്ട് കിട്ടിയാലും മതി വരാത്തൊരു മേഖലയാണ്. പിന്നെ അഡിക്റ്റ് ആയിപ്പോയി. ഞാൻ എപ്പോഴും പറയുന്ന പോയിന്റ് തന്നെയാണ്, നിങ്ങൾ യു ഡോണ്ട് ബി എ ഫുൾ ടൈം ട്രേഡർ. നിങ്ങൾ ഫുൾ ടൈം ട്രേഡർ ആവുന്നതിനോട് പിന്നെ നമ്മളെ മെന്റേഴ്സിന് ആർക്കും യോജിപ്പില്ല. കാരണം ഒരു ഫുൾ ടൈം ട്രേഡ് ചെയ്തിട്ട് ലൈഫ് കൊണ്ടുപോയി കളയുന്ന ഒരവസ്ഥയിലോട്ടേക്ക് നമ്മൾ എത്തരുത്. ഞാനിപ്പോ നെഗറ്റിവിറ്റിയിലോട്ടേക്ക് കൊണ്ടുപോകല്ല, ബിക്കോസ് നമുക്ക് റിയാലിറ്റി അറിയുന്നത് കൊണ്ട് അതിന്റെ ഫാക്റ്റുകൾ ഇവിടെ ഷെയർ ചെയ്യപ്പെടുന്നതേ ഉള്ളൂ. സോ ലാസ്റ്റ് വീക്കിലെ മാർക്കറ്റ് നമുക്കറിയാം, പിന്നെ മൺഡേ മുതൽ മാർക്കറ്റ് അപ്പിലോട്ടേക്ക് കൊണ്ടുപോയി അറ്റ് ദ പീക്ക് ലെവൽ ഓഫ് നമ്മള് ഹിസ്റ്ററിയില് ഇത്രയും വലിയ ഒരു ദിവസം. ഇപ്പൊ നാട്ടിലെ സ്വർണത്തിന്റെ റേറ്റ് തന്നെ നോക്കിയാൽ നിങ്ങൾ, ഒരു ദിവസം 1,21,000 നിന്ന് 1,31,000 ഒരു ദിവസം എത്തുന്നു. ആ ക്യാൻഡിലാണ് നമ്മൾ ഈ കാണുന്നത്. ഓക്കെ, പിന്നെ അതിനുശേഷം നെക്സ്റ്റ് ഡേ ഫ്രൈഡേ എന്തുണ്ടാവുന്നു, അവിടുന്ന് ഒരു ഡൗൺ വരുന്നു, മാർക്കറ്റ് ഇത്ര വരെ ഇറങ്ങുന്നു. മാർക്കറ്റ് ലാസ്റ്റ് ഡേ ക്ലോസ് ആയത് 48.94. സോ നെക്സ്റ്റ് വീക്ക് എന്തുണ്ടാവും, നമുക്ക് ഒരു കാരണവശാലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. 100% പറയുന്നു, മാർക്കറ്റ് ഈസ് നോട്ട് ഇൻ അവർ കൺട്രോൾ. ഓക്കെ, പക്ഷെ നമ്മള് സിസ്റ്റം പ്രകാരം ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ തരുന്ന റൂള് പ്രകാരം നിങ്ങൾ എന്തുണ്ടാവില്ല, നിങ്ങൾ ഇവിടുന്ന് പിന്നെ വലിയ ലോസിലോട്ടേക്ക്, അതായത് പ്രോഫിറ്റബിൾ ആയിട്ട് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ട് മുന്നോട്ടേക്ക് പോകും. പലരും അതായത് വാഷ് ഔട്ട് ആവുന്നിടത്തുനിന്ന് ഇപ്പൊ പല പൊട്ടിയ ആൾക്കാർ നമുക്ക് ഡെയിലി മെസ്സേജ്, ഇപ്പം ബാച്ചിൽ തന്നെ ഒരുപാട് പേരുണ്ട് പിന്നെ ട്രേഡിങ്ങിൽ പലയിടത്തും പോയി പഠിച്ചിട്ടും മറ്റുമൊക്കെ ബ്രോക്കേഴ്സിന്റെ സ്കാമിലൊക്കെ പെട്ട് പൊട്ടിയ ആൾക്കാർ. അവരോടൊക്കെ നമ്മൾ എപ്പോഴും പറയാറുള്ളത്, യു ജസ്റ്റ് അലൈവ് ഇയർ, നിങ്ങൾ ഇവിടെ നിൽക്കാൻ മാത്രം പഠിച്ചാൽ മതി, ബാക്കി ഓട്ടോമാറ്റിക്കലി പ്രോഫിറ്റ് ഒക്കെ മാർക്കറ്റ് നമുക്ക്
തന്നോളും. നമ്മൾ കാണിക്കുന്ന ഡിസിപ്ലിനും നമ്മൾ കാണിക്കുന്ന ട്രേഡിംഗ് പ്ലാനുമാണ് നമുക്ക് എന്താവുക, വർക്കൗട്ട് ആവുക. ചിലപ്പം അബ്സല്യൂട്ട്ലി മൈൻഡ് എന്താണോ കൊണ്ട് കാണിക്കുന്നത് അതിന്റെ റിഫ്ലക്ഷൻ ആയിരിക്കും നമുക്ക് മെറ്റാട്രേഡർ 5 തരാം. നിങ്ങൾ മെന്റലി ക്രാഷ് ആണ്, നിങ്ങൾ മെന്റലി ഓക്കെ അല്ലെങ്കിൽ ഒരു കാരണവശാലും എന്താവരുത്, ട്രേഡിന്റെ അടുത്തോട്ടേക്ക് നമ്മൾ പോകരുത്. ഇപ്പം മാർക്കറ്റിന് എന്നിട്ട് മാർക്കറ്റ് ക്രാഷ് ആയിക്കോട്ടെ, മാർക്കറ്റ് ക്രാഷ് ആകുമ്പോൾ മാർക്കറ്റ് ക്രാഷ് ആയാൽ നമുക്കൊന്നും ബാധിക്കാനൊന്നുമില്ല. നമുക്ക് എൻട്രി ഉണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ ഫമിത? എനിവൺ? നമുക്ക് എൻട്രി ഉണ്ടെങ്കിലല്ലേ മാർക്കറ്റ് ക്രാഷ് ആയാലും നമുക്ക് പേടിക്കേണ്ട ആവശ്യമുള്ളൂ. യെസ് ഓർ നോ? Yes, sir. Yes. Yes, sir. ഓക്കെ. അപ്പോ നമ്മൾ 100% വിശ്വസിക്കേണ്ടത്, മാർക്കറ്റ് അഗൈൻ ആൻഡ് അഗൈൻ പറയുന്നു, നിങ്ങൾക്ക് ആരെത്ര വലിയ സിഗ്നൽ ഗ്രൂപ്പുകളിൽ പോയിട്ട് നിങ്ങൾക്ക് സിഗ്നൽ തരാന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടത്തേക്ക് പൊന്തു എന്നുള്ള സാധ്യതകൾ പറഞ്ഞാലും നിങ്ങൾ ഒരു കാരണവശാലും അതൊന്നും പോയി പിൻപറ്റണ്ട. മാർക്കറ്റ് നിങ്ങൾ എന്താക്കാം, നിങ്ങൾ ബിഗിനർ ആയിക്കോട്ടെ, നിങ്ങൾ പിന്നെ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ആയിക്കോട്ടെ, ഒരുപാട് ഡബിൾ പ്രോഫിറ്റ് എടുത്ത ആൾക്കാരായിക്കോട്ടെ, നമ്മളെപ്പോഴും ആസ് എ ബിഗിനർ ലെവലിൽ മാർക്കറ്റിനെ എപ്പോഴും ക്യൂരിയോസിറ്റിയോട് കൂടി കാണാം. ഇപ്പൊ നാളെ മാർക്കറ്റിൽ ഇപ്പൊ ഇന്നലത്തെ സിനാരിയോ എനിക്ക് തോന്നുന്നു, പിന്നെ ഏതൊരു ഗ്രൂപ്പിലൊക്കെ വന്നിരുന്നു നമ്മളെ 42 ബാച്ചിലൊക്കെ, അതായത് പിന്നെ ഒരു ദിവസം പിന്നെ മാർക്കറ്റിൽ നിന്ന് ക്രാഷ് ആയത് കാരണം എല്ലാവരും ബൈ പറയുന്നു, ഒരൊറ്റ ദിവസം മാർക്കറ്റ് എന്തായി കൊണ്ടുപോയി താഴോട്ടേക്ക് അങ്ങ് ഇട്ടു. കാരണം ഇങ്ങനെ ഇവിടെ സംഭവിക്കാം. അതുകൊണ്ടാണ് അഗൈൻ ആൻഡ് അഗൈൻ ഞാൻ പറയുന്നത്, നമ്മളെ സ്ട്രാറ്റജി എന്തോ തെറ്റിക്കോട്ടെ, ചിലപ്പോൾ നിങ്ങൾ ബൈ ഇട്ടു, എഗെയിൻസ്റ്റ് പോയിക്കോട്ടെ, താഴോട്ടേക്ക് പോയിക്കോട്ടെ, നമ്മുടെ കയ്യിൽ സ്റ്റോപ്പ് ലോസ് ഉണ്ടോ, നമ്മുടെ റിസ്ക് മാനേജ്മെന്റ് പ്രോപ്പർ ആണോ, നമ്മൾ 60% മുകളിൽ നമ്മൾ ഇവിടുന്ന് സക്സസ് ആയി. ഇതിനെ വെല്ലാൻ പറ്റുന്ന ഒരു സാധനം എന്തില്ല, മാർക്കറ്റിൽ ഇന്ന് അവൈലബിൾ ഇല്ല. നമ്മളെപ്പോഴും പിന്നെ ഇപ്പോഴും നിങ്ങൾ ഇവിടുന്ന് പിന്നെ ഞാൻ കംപ്ലീറ്റ്ലി സെഷൻ കഴിയുന്നവരോട് ഞാൻ പറയാറുള്ളത്, നിങ്ങൾ എന്താവരുത്, നിങ്ങൾ ഇവിടെ ഓവർ ഇന്റലക്ച്വൽ ആയിട്ട് നിങ്ങൾ ഇവിടെ പിന്നെ ബുദ്ധിമാന്മാരായിട്ട് നിൽക്കരുത്. പൊട്ടനായി നിന്നിട്ട് മാർക്കറ്റിനെ സമീപിച്ച് നോക്കാം. കാരണം ഇന്നലെ ഇവിടുന്നുള്ള ഇറക്കം എന്നുള്ളത് ആർക്കും പ്രടിക്കാം. പക്ഷെ വേൾഡ് മാർക്കറ്റിലെ വേൾഡ് മെന്റേഴ്സ് ഒക്കെ എന്ത് പറഞ്ഞു, അപ്പിലോട്ടേക്ക് പറഞ്ഞു. പക്ഷെ എന്തുണ്ടായി, മാർക്കറ്റ് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസും കാരണങ്ങളൊക്കെ കൊണ്ട് താഴോട്ടേക്ക് വന്നു. പക്ഷെ നമുക്ക് എന്തില്ല, നമ്മളെ സിസ്റ്റം പ്യോർ ആണ്. കാരണം ഞാൻ നിങ്ങൾക്ക് മൈൻഡ് സെറ്റിലോട്ടേക്ക് എന്താക്കിയിട്ടുണ്ട്, ആ സിസ്റ്റം ഫോളോ ചെയ്യണം എന്നുള്ള വിത്ത് എഗ്രീഡ് അടക്കം നമ്മളത് ചെയ്തെടുക്കാറുണ്ട്. അത് കീപ്പ് ചെയ്താൽ മാത്രം മതി. അതായത് പലരും നഷ്ടപ്പെടുത്തുന്ന ഒരു മാർക്കറ്റിൽ നമുക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റും. സോ പിന്നെ നമ്മൾ ഇതിന്റെ ഒപ്പം സഞ്ചരിക്കുക. മാർക്കറ്റ് ഇന്നലെ ഡൗൺ ആയിരുന്നു, നമ്മൾ ഡൗണിന്റെ ഒപ്പം സഞ്ചരിക്കാം. ഓക്കെ. ഇനി സ്വപ്ന സാർ, സൗണ്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, അത് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കും. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. സോറി, ഞാൻ കുറെ സമയം സൗണ്ട് കട്ടായിട്ട്. സാർ ചെറിയൊരു ടൈം, ഒരു ചെറിയൊരു ടൈം, 2 മിനിറ്റ്. ഓക്കെ 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 സോറി. നമ്മൾ എവിടുന്ന സ്പിറ്റ് ആയത്, ഞാൻ ഫൈനലി കൊണ്ടുവന്നെത്തിയത് ഡിഫറെന്റ്. നമുക്ക് ഗോൾഡ് ഇസ് ഇനഫ്, അല്ലെങ്കിൽ ഗോൾഡ് തന്നെ അത്യാവശ്യം പിന്നെ നമുക്ക് പഠിക്കാനും പരിചയപ്പെടാനൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ ബ്രൂസിലേക്ക് പറഞ്ഞ പോലെ പലതിലും പോയിട്ട് തലയിടാതെ നമുക്ക് എന്താക്കാം, പിന്നെ ഗോൾഡിൽ തന്നെ അത്യാവശ്യം നമുക്ക് ടെൻഷൻ എടുപ്പിക്കാനൊക്കെ തരുന്നില്ലേ? യെസ് ഓർ നോ?
ഉണ്ടോ? യെസ്. ഓക്കെ, ഗുഡ്. അപ്പോൾ ലൈവിലുള്ളവരൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് മുന്നോട്ടേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമുക്ക് അഞ്ജല മാം കൂടി എനിക്ക് തോന്നുന്നു നമ്മളോടൊപ്പം ജോയിൻ ആവേണ്ട. അപ്പോൾ സെൽഫ് അനാലിസിസ് നമുക്ക് ബ്യൂട്ടിഫുൾ ആയി പോകുന്നുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് മൈൻഡ് ക്രാഷ് ആവുന്ന പല ഘട്ടങ്ങളും എന്താ മാർക്കറ്റ് ക്രാഷ് ആവുന്നതിനേക്കാളും ഡേഞ്ചറാണ് നമ്മളെ മൈൻഡ് കൺട്രോളിൽ നിന്ന് വിട്ടുപോകാന്നുള്ളത്. ഒരു ദിവസം നമ്മൾ ഒന്ന് ലോട്ട് മാറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തായി ഇവിടുന്ന് പിന്നെ വാഷ് ഔട്ടായി പോകും, അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഫെയിൽ ഔട്ടായി പോകും. കാരണം റിയാലിറ്റി പറയാലോ, ഇപ്പൊ നിങ്ങൾ പിന്നെ 21 ദിവസം പിന്നെ നമ്മൾ ബ്യൂട്ടിഫുൾ ആയി പോയി, അല്ലെങ്കിൽ ഒരു 30 ദിവസം ബ്യൂട്ടിഫുൾ ആയി പോയി, അതിന്റെ അഗെയിൻസ്റ്റ് നമ്മൾ പറയുന്നതിന്റെ അഗെയിൻസ്റ്റ് പോകുമ്പോൾ നിങ്ങൾ എന്തുണ്ടാവും? അത് ചിലപ്പോൾ പലരും പിന്നെ ലൈവിലൊക്കെ ഇറങ്ങുമ്പോൾ നമ്മളോട് ചിലപ്പോൾ കുറച്ച് പ്രോഫിറ്റ് കിട്ടി സിനാരിയോ ഒക്കെ വരുമ്പോൾ ഒന്ന് ചെറുങ്ങനെ റൂളൊക്കെ മാറ്റി ചെയ്ത് ഭയങ്കര സംഭവമാണെന്നൊക്കെ നോക്കും. സോ നമ്മളെ അധപ്പതനത്തിനുള്ളതായിരിക്കും. നിങ്ങൾ എപ്പോഴും മാർക്കറ്റിൽ നിലനിൽക്കാൻ മാത്രം ശ്രമിക്കുക. നമുക്ക് ഇനി നെക്സ്റ്റ് വീക്ക് നമുക്ക് മാർക്കറ്റ് അനലൈസ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു പിന്നെ നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. സോ പക്ഷെ പ്രാക്ടീസ് ചെയ്യുന്നവരെന്താക്കാം, പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ പിന്നെ ഒരു കാരണവശാലും ഒരു ദിവസത്തിന്റെ മുകളിൽ ഇപ്പം വീക്കെൻഡ് ഹോൾഡിംഗ് നമുക്ക് എന്തായാലും പറ്റൂല. ഇപ്പം അന്നത്തെ ട്രേഡ് അന്ന് തന്നെ ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുക. ലൈവിലുള്ളവരാണെങ്കിൽ നിർബന്ധമായിട്ടും ഇനഫായ പ്രോഫിറ്റ് ആയാലും ഇറങ്ങി വന്നേക്കണം, അതുപോലെ തന്നെ ഇനഫായ ലോസ് അയക്കാൻ ഇറങ്ങി വന്നേക്കണം. അവിടെ നമ്മൾ എന്തില്ല പിന്നെ അവിടെ നമ്മൾ പിന്നെ കീപ്പ് ചെയ്യേണ്ട ആവശ്യകത ഇല്ല. യെസ്, എന്റെ സ്ക്രീൻ കാണാലോ അല്ലെ? യെസ്, ഓക്കെ. അപ്പോ നെക്സ്റ്റ് വീക്ക് നമ്മളൊന്ന് കണ്ണോടിക്കുകയാണ്. കാരണം അനാലിസിസ് പ്രകാരമായിട്ട് ഒന്നും പറയാനൊന്നുമില്ല. ഇപ്പൊ നാളെ ഫ്രൈഡേ സൺഡേ പിന്നെ 7 o'clock UA ടൈം വെരി ഇമ്പോർട്ടന്റ് ന്യൂസ് സംഭവിക്കാൻ പോകുന്നുണ്ട്. ഇപ്പം പുതിയ ചിലപ്പോൾ ന്യൂസ് എത്താത്ത ബാച്ചുകളൊക്കെ ഇതിലുണ്ടാവും. അപ്പൊ എന്താ അവര് പിന്നെ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു തരും. അപ്പം നാളത്തെ 7 o'clock ഇമ്പോർട്ടന്റ് ആണ്. ആ ടൈമിൽ USD ന്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ എഗെയിൻ മറ്റന്നാള് ചൊവ്വാഴ്ച ഫെബ്രുവരി 3-ാം തീയതിയും 7 o'clock വെരി ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഫെബ്രുവരി 4th ഫെബ്രുവരി 4th ഫെബ്രുവരി 4th 5 യുഎസ്ഡിന്റെ ഹലോ ആ യുഎസ്ഡിന്റെ ന്യൂസ് മാത്രം റെഡിലുള്ളത് മാത്രമാണോ നമുക്ക് എഫക്ട് ചെയ്യുക, അതോ മറ്റേ GBU റെഡിന്റെ അതൊക്കെ എഫക്ട് ചെയ്യും? യൂറോന്റെ ബാച്ച് ഏതാണ്? 44 അല്ലേ? 44 അല്ലേ? യെസ്, 44 ചിലപ്പോൾ ന്യൂസ് നമ്മൾ അവിടെ എത്തിയിട്ടില്ലാന്ന് തോന്നുന്നു. സോ ഞാൻ ജസ്റ്റ് കോമൺ ആയിട്ട് വീക്കെൻഡ് സെഷനിൽ നമ്മൾ എല്ലാവരും ഉള്ളവരാണ്, പ്രീവിയസ്ലി ഉള്ളവരും ചിലപ്പോൾ പല കോമൺ ആൾക്കാരൊക്കെ കയറും. അപ്പോൾ ജസ്റ്റ് അവെയർ ആയിരിക്കുക. ഈ ടൈമുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഇപ്പം പിന്നെ 5:15, അതുപോലെ തന്നെ തേഴ്സ്ഡേ വ്യാഴാഴ്ച, പിന്നെ വ്യാഴാഴ്ച നമുക്ക് വ്യാഴാഴ്ച കാര്യമായിട്ട് USDക്ക് യെസ് അൺഎംപ്ലോയ്മെന്റ് ക്ലെയിം ഉണ്ട് 5:30. ആൻഡ് ഫ്രൈഡേ നമുക്ക് ഒബിയസ്ലി ഫ്രൈഡേയും കുറച്ച് ഡേഞ്ചറാണ് 7 o'clock. പിന്നെ USDക്ക് 2 ന്യൂസ് പിന്നെ കാര്യമായിട്ട് നടക്കാനുണ്ട്. സോ ഇതൊക്കെയാണ് ഈ വീക്കിന് നടക്കാൻ പോകുന്ന, ഇനി പ്രീവിയസ് നെക്സ്റ്റ് വീക്ക് നടക്കാൻ പോകുന്ന സിനാരിയോസ്. ഇതിന്റെ അപ്പുറം, അതായത് ഇത് നമുക്ക് റിട്ടേൺ ആയി തന്ന പിന്നെ എന്താണ് പിന്നെ ന്യൂസുകളും കാര്യങ്ങളൊക്കെയാണ്. അതിന്റെ ഒപ്പരം നമ്മൾ അവെയർ ആയിരിക്കേണ്ട പിന്നെ ന്യൂസുകൾ നമ്മൾ എന്തുണ്ടായിരിക്കണം, അത് നമ്മൾ തന്നെ കണ്ടെത്തണം. അതിപ്പം ചിലപ്പം പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇവിടെ നിങ്ങൾ പിന്നെ ഒരു ഒബ്വിയസ്ലി നമ്മളുള്ളത് ഇന്റർനാഷണൽ മാർക്കറ്റിലാണ്. നമ്മളെ വാല്യൂ ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോബ് ചിലപ്പം ചെറിയ ജോബോ അതൊക്കെയാണ് എന്ന് വെച്ചിട്ട് നമ്മൾ എന്താവരുത്, നമ്മളെ കുറച്ച് കാണിക്കരുത്. ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇപ്പം ട്രംപ് എന്താണ് സ്പീച്ച് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ പിന്നെ വാർ ഇഷ്യൂസ് അല്ലെങ്കിൽ റഷ്യൻ പ്രസിഡന്റ് എന്താണ് അടുത്ത ടോക്ക് ചെയ്യാൻ പോകുന്നത്, അത് ഗോൾഡിനെ എന്തെങ്കിലും ബാധിക്കുന്നുണ്ടോ, അല്ലെ കറൻസിന്റെ മൂല്യങ്ങൾ എങ്ങനെ സംഭവിക്കാൻ പോകുന്നത്, അതൊക്കെ നമ്മൾ പിന്നെ ഇവിടെ, അതായത് ഇത് സ്കില്ലിന്റെ പാർട്ടാണ്. അത് നമ്മൾ എന്തുണ്ടായിരിക്കും ഇപ്പൊ നാളെ, അതിന് എനിക്ക് ന്യൂസ് ഒരിക്കലും എനിക്ക് പഠിപ്പിച്ചു തരാൻ പറ്റില്ല. ഇപ്പൊ നാളെ എന്താണ് ട്രംപിന്റെ ഇമ്പാക്ട്, അല്ലെങ്കിൽ പിന്നെ അടുത്ത പിന്നെ അവിടുത്തെ പിന്നെ പൊളിറ്റിക്കൽ ഇഷ്യൂസും, അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെന്റിന്റെ ഇഷ്യൂസും, അതുപോലെ തന്നെ അവിടെ വരുന്ന പിന്നെ എന്തോ നാച്ചുറൽ കലാമിറ്റീസ്, അതൊക്കെ നമ്മൾ എന്തുണ്ടായിരിക്കണം, നമ്മൾ ഉറപ്പായിട്ട് മാർക്കറ്റിൽ അവെയർ ആയിരിക്കണം. നമ്മൾ പിന്നെ അതിന്റെ ഒപ്പരം, അതായത് അത്തരം സന്ദർഭങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അലേർട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ അലേർട്ടായിരിക്കുക എന്നുള്ളതാണ്. വെറും നമ്മളൊരു മെറ്റ നോക്കി ചിലപ്പം പിന്നെ ഒരു ഗെയിം കളിക്കുന്ന മോഡലിലോട്ടേക്ക് നമ്മൾ ഈ ഒരു സ്കില്ലിനെ കൊണ്ടുപോയിട്ട് നമ്മൾ എന്താവരുത്, ഡോണ്ട് ബി എ ഗാംബ്ലർ. ഓക്കെ, പുറത്തുള്ള സംഗതികളിലോട്ടൊക്കെ നമ്മൾ സഞ്ചരിക്കണം, പുറത്തെന്താണ് നടക്കുന്നുള്ള അറിയണം. അത് ചിലപ്പം ഇന്ത്യൻ ബഡ്ജറ്റ് എപ്പോഴാണ് എനിവൺ?
ഇന്ന് ഇന്ന് കഴിഞ്ഞില്ല. ഇന്നലെ യെസ്. ആ ഓക്കെ, മേ ബി ചിലപ്പം അതില് പിന്നെ ഗോൾഡിന് റിസർവോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതും മേ ബി ചിലപ്പോൾ നാളെ മാർക്കറ്റിൽ ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കാനുള്ള അത് ഒബ്വിയസ്ലി ഇന്ത്യൻ മാർക്കറ്റിൽ ബാധിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഈ മാർക്കറ്റിലും നമ്മൾ എന്തുണ്ട് ഇപ്പം ഞാനിത് നിങ്ങളെ കോംപ്ലിക്കേറ്റ് ആക്കാൻ വേണ്ടി പറഞ്ഞല്ലോ. പക്ഷെ നമ്മൾ റിയാലിറ്റി വേർഷനിൽ പറയുമ്പോൾ നമ്മൾ ഇതിനെ ലൈഫ് ലോങ് കൊണ്ടുപോകേണ്ടവരാണ്. അപ്പോൾ പിന്നെ നിങ്ങളെ പഠിപ്പിച്ചങ്ങ് വിട്ട് എനിക്ക് വേണമെങ്കിൽ ഇതൊക്കെ മറച്ചു വെച്ചിട്ട് പിന്നെ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒന്നും ഇല്ല, നിങ്ങൾ ജസ്റ്റ് അവിടെ ക്യാൻഡിൽ നോക്കി ബയ്യും സെല്ലും ഇട്ട് പോയാൽ മതി പറഞ്ഞിട്ടങ്ങ് വിടുന്നതിനോട് പിന്നെ നിങ്ങൾ എന്തുണ്ടാവില്ല, നിങ്ങളെ പഠിപ്പിച്ചാൽ എനിക്കും സാറ്റിസ്ഫൈഡ് ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ എപ്പോഴും അലേർട്ടായിരിക്കണം. പിന്നെ എന്താണോ മാർക്കറ്റിന്റെ പുറത്ത് നടക്കുന്ന സിനാരിയോസ് അത് പിന്നെ പല ലേഡീസൊക്കെ എനിക്ക് തോന്നുന്നു നമ്മളൊരു ബാച്ചിലൊരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു, ആൾക്കിപ്പം എന്തിലാ ട്രേഡ് ചെയ്യുന്നതെന്ന് പോലും അറിയില്ല. സാർ ഞാൻ എന്തുണ്ടാക്കും, രാവിലെ ഇറങ്ങും, പിന്നെ ഗോൾഡ് ആണോ എന്നോട് ചിലപ്പം ഞാൻ പിന്നെ ഗോൾഡ് മാത്രം അല്ലെ ഗോൾഡിൽ ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആള് AUD CAD-ലും ചിലപ്പം ഈവൻ BTC അടക്കം ട്രേഡ് ചെയ്ത് പ്രോഫിറ്റബിൾ ആണ്. പക്ഷെ പിന്നെ അതെന്ത് ചെയ്യണം, അതായത് ഒരു ടൈപ്പ് ഓഫ് പിന്നെ ഇങ്ങനെ അതായത് ഒരു മെഷീൻ റുട്ടീനായിട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഇങ്ങനെ പോകുന്നു. പക്ഷെ അത്തരം ആൾക്കാരായിട്ട് നമ്മൾ എന്താവണ്ട, നമ്മൾ മാറണ്ട. സോ പിന്നെ വാല്യൂ ആഡഡ് ആയിരിക്കണം നമ്മൾ ഇവിടെ എപ്പോഴും. അതായത് മണി കിട്ടുന്നതിന്റെ ഒപ്പരം തന്നെ നമ്മൾ എന്തുണ്ടായിരിക്കും ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇപ്പം പിന്നെ ട്രംപ് അല്ലെങ്കിൽ ഇപ്പം നെതന്യാഹു എന്ത് സംഭവിക്കും അത് അറിയാന്നുള്ളത്. പിന്നെ ഞാൻ എൻ്റെ ജോബിന് ചിലപ്പോൾ അത് ആവശ്യം ഉണ്ടാവില്ല, ചിലപ്പോൾ നിങ്ങളൊരു ഡ്രൈവർ ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളൊരു HR ആയിരിക്കാം. പക്ഷെ ഇവിടെ മാർക്കറ്റിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്തുണ്ടായിരിക്കണം, ഇന്റർനാഷണൽ മാർക്കറ്റുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. കണക്റ്റഡ് ആവുക എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിന്റെ സോഴ്സുകൾ കണ്ടെത്താം, പിന്നെ ന്യൂസുകൾ കണ്ടെത്തും. ഇപ്പം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ സിനാരിയോയിൽ ഞാൻ പറയുമ്പോൾ ഞാൻ എപ്പോഴും എന്തുണ്ടാവാറുണ്ട്, നമ്മൾ ഇപ്പം ഇന്ത്യൻ ന്യൂസും പിന്നെ അതുപോലെ തന്നെ എന്താണ് രാഹുൽ ഈശ്വർ ജയിലിൽ പോയതും അതൊന്നും നമുക്ക് മാർക്കറ്റിൽ ബാധിക്കാനൊന്നും പോകും. അല്ലെങ്കിൽ പിന്നെ അവിടുത്തെ സർക്കാർ അല്ലെങ്കിൽ പിന്നെ മുഖ്യമന്ത്രി ഇത് പ്രഖ്യാപിക്കപ്പെട്ടു, പിന്നെ റോഡിന് അല്ലെങ്കിൽ റോഡ് ഇടിഞ്ഞു വീണു, അതൊന്നും ചിലപ്പോൾ മേ ബി നമ്മളെ ഒബ്വിയസ്ലി നാട്ടിലെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നമുക്ക് ഇൻകം തരാനും അല്ലെങ്കിൽ അവിടെ പിന്നെ ഒരു വാട്സപ്പ് ചാറ്റ് കൊണ്ട് ഒരാൾ ജയിലിൽ പോകുന്നു, പിന്നെ പല സംഗതികളും നടക്കുന്നു, അതൊന്നും ചിലപ്പം ഇന്ത്യൻ ന്യൂസുകൾ കേരള ന്യൂസുകൾ കണ്ടിട്ട് നമ്മുടെ പുളകിതമാകുന്നതിലും നല്ലത് നമ്മൾ എന്താവാം ഇന്റർനാഷണൽ ന്യൂസിലോട്ടേക്ക് നമ്മൾ കടക്കണം. ഓക്കെ, അത് ഞാൻ അഡ്വൈസ് ചെയ്യാം. കാരണം ലാസ്റ്റ് വീക്കൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്ന പാഠങ്ങൾ അതാണ്. കാരണം നമ്മളിങ്ങനെ ചാർട്ട് ഇങ്ങനെ നോക്കി പോകുന്നു, അതിൻ്റെ ഒപ്പരം നമ്മൾ എന്തില്ല, നമ്മൾ ഇവിടെ പുറത്ത് നടക്കുന്ന വിഷയങ്ങൾ അറിയുന്നില്ല. അവിടെ ഉച്ചകോടികൾ നടക്കുന്നു, അല്ലെങ്കിൽ പിന്നെ ട്രംപിന്റെ ഇവരെ സിനാരിയോസ് നടക്കുന്നു, പിന്നെ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ പ്രഖ്യാപിക്കപ്പെടുന്നു. ഇതൊക്കെ എന്തുണ്ടാവും, നമ്മൾ ഇന്റർനാഷണൽ മാർക്കറ്റിലായതുകൊണ്ട് അവിടെ ഇമ്പാക്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് അറിയണം എന്ന് വെച്ചിട്ട് നിങ്ങൾ ഇവിടെ പാനിക്കും കാര്യങ്ങളും ആക്കി അല്ലെങ്കിൽ എന്നെ കൊണ്ട് ട്രേഡ് പറ്റൂല എന്ന് പറഞ്ഞിട്ട് പോകുന്നു വേണ്ട. പിന്നെ നമ്മളെ കയ്യിലൊരു ടൂൾ ഉണ്ട്, എന്തൊക്കെ സംഭവിച്ചാലും പിന്നെ നമ്മൾ റിസ്ക് മാനേജ്മെന്റ് മണി മാനേജ് സബ് കോൺഷ്യസ് മൈൻഡിലൂടെ കൊണ്ടുവച്ചൊരു സാധനം നിങ്ങൾ കീപ്പ് ചെയ്യാം. പക്ഷെ അതിന്റെ ഒപ്പരം നമ്മൾ കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആവണം. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും അതായത് പിന്നെ എന്താണ് പിന്നെ ഗോൾഡ് നെക്സ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റണം, ഇറ്റ് വിൽ ബി ഇങ്ങനെയൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്, ഇപ്പം നെക്സ്റ്റ് വീക്ക് ഇത്ര ന്യൂസുകളുണ്ട്, ഈ ടൈമിൽ ട്രേഡ് ചെയ്യരുത്, കുറെ കാര്യങ്ങൾ നമ്മളെന്തുണ്ടായിരിക്കണം, അവെയർ ആയിരിക്കണം. സോ എനിക്ക് തോന്നുന്നു അഞ്ജല മാം ഇന്ന് നമുക്ക് മെഡിറ്റേഷൻ കൂടി തരേണ്ടതാണ്. സോ സെൽഫ് അനാലിസിസ് ബാച്ച് നടക്കുന്നവര് മാമിന്റെ സെഷൻ അതിൽ കിട്ടും. 44 സെൽഫ് അനാലിസിസ് തുടങ്ങിയിട്ടില്ല, അതും എന്താണ് പിന്നെ നമ്മുടെ പാർട്ട് ഓഫ് ദ സിനാരിയോ ആണ്. അത് മാം എനിക്ക് തോന്നുന്നു ഇന്ന് ചെറിയ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇന്ന് നമുക്ക് മെഡിറ്റേഷൻ നെക്സ്റ്റ് സെൽഫ് അനാലിസിസിലുള്ളവർ അവർക്ക് വീക്ക് സെഷനിൽ നടന്നുകൊണ്ടിരിക്കും. പിന്നെ പുതിയ ബാച്ചിനെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ സെൽഫ് അനാലിസിസിന്റെ ടൂൾസും കാര്യങ്ങളൊക്കെ കിട്ടും. സോ മൈൻഡ് അലേർട്ടായിരിക്കുക, ബി അവെയർ ഹിയർ. ഇതൊക്കെയാണ് ഇന്ന് ആഡ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് വീക്ക് സൂപ്പർബ് ആവട്ടെ, ഡെമോയിലും ലൈവിലൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചിരിയുടെ സ്പ്രെഡ്നെസ് പരത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബ്യൂട്ടിഫുൾ ഡേയ്സ് ആയിട്ട് മാറട്ടെ. ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് പിന്നെ ഗോൾഡിന്റെ ചാർട്ടിലോട്ടേക്ക് എന്താവാം നമ്മളെപ്പോഴും ഒരു കണ്ണുണ്ടായിരിക്കാം. ട്രേഡ് ഇട്ട് വെച്ച് നമ്മൾ യാത്രയിലോ മറ്റോ ഒന്നും പോകുന്ന അവസ്ഥയാവരുത്. സോ വിഷിംഗ് ഓൾ ദ ബെസ്റ്റ്. നെക്സ്റ്റ് വീക്ക് സൂപ്പർ വാട്ടെ. ലൈവിലുള്ളവർക്ക് ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ എന്തുണ്ടാക്കാം, ഇനഫായ പ്രോഫിറ്റ് എടുക്കാം, വിഡ്രോ അടിക്കാം, എൻജോയ് ചെയ്യാം. ഓക്കെ, അതിൽ ഹോപ്പ് ഈസ് നോട്ട് എ സ്ട്രാറ്റജി. ഈ വീക്ക് നമുക്ക് എന്തില്ല, നമ്മൾ ആരും ഹോപ്പ് ചെയ്യണില്ല, ഹോൾഡ് ചെയ്യണില്ല. പ്രോഫിറ്റ് എടുക്കുക. നിങ്ങൾ ഇനഫ് പ്രോഫിറ്റ് ആകുമ്പോൾ എന്താവാ പുറത്തിറങ്ങാം, വരിക, എൻജോയ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ലൈവിൽ ഇറങ്ങാനുള്ളവർ പിന്നെ 42, 43 കുറച്ച് പേരൊക്കെ ഇറങ്ങാനുണ്ട്. അത് കേൾക്കുന്നവരുണ്ടെങ്കിൽ എന്താക്കാം, ലൈവിൽ ഇറങ്ങാം. മാർക്കറ്റ് ഇപ്പോൾ എല്ലായ്പ്പോഴും പിന്നെ ഒരേ സിനാരി ആയിക്കോണമെന്നില്ല. ഇപ്പം
ചിലപ്പം പിന്നെ നമ്മളിനി നല്ലൊരു കാലഘട്ടം വരാൻ കാത്തിരിക്കാന്നില്ല. കാരണം മാർക്കറ്റ് ഒപ്പം നമ്മളിങ്ങനെ സഞ്ചരിച്ചു പോവാണ്. ഓക്കെ, അപ്പോൾ ലൈവിൽ ഇറങ്ങി നിങ്ങൾക്ക് എല്ലാവർക്കും പ്രോഫിറ്റ് ഒക്കെ എടുക്കാൻ സാധിക്കട്ടെ. നെക്സ്റ്റ് വീക്ക് നമുക്ക് കാണാം. സെഷൻ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് നമുക്ക് ബാച്ചുകളിൽ കാണാം. ആൻഡ് നെക്സ്റ്റ് വീക്ക് അനാലിസിസ് ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ, സൈനിങ് ഓഫ്.